പേര് പ്രത്യൂഷ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നന്ദനം ഫർണിച്ചർ എന്നാണ്. അത് വാണിയംകുളത്തുനിന്ന് ചെർപ്പശ്ശേരി റോഡ് ഏകദേശം 100 മീറ്റർ പോന്നു കഴിഞ്ഞാൽ എടക്കോട് റോഡ് തിരിയുന്ന ഭാഗത്താണ് നമ്മുടെ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അച്ഛൻ വഴിയാണ് നമ്മൾ വരുന്നത്. അച്ഛനാണ് നമ്മളെ ഗുരു. രാമകൃഷ്ണൻ. അച്ഛൻ മരിച്ചു. ഞങ്ങൾ 3 മക്കൾ, 2 പെണ്ണും 1 ചെക്കനും. അതെ. അല്ല, 11 വയസ്സോട് കൂടി നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. അച്ഛൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതൊക്കെ. പിന്നെ ഏകദേശം ഒരു 11 വയസ്സ് അങ്ങനെ 11 വയസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് അമ്മ മരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ എങ്ങനെ പാടെ ദൈവഹിതം എന്ന് പറയാം, എന്തായാലും അഭിമാനമായിട്ട് തന്നെ കാണുന്നു. ഇതിൽ നമ്മൾ കൂടുതൽ ഫർണിച്ചറിൻ്റെ വർക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കട്ട്ള, ജനൽ, ഡോറുകൾ, വീടിൻ്റേതായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടുന്ന് പണിയെടുത്ത് വിടുന്നതാണ്. എല്ലാ ഐറ്റംസും നമ്മളെടുക്കുകയാണ്. അപ്പോൾ നമ്മളെടുത്തിട്ട് അത് പുറത്തേക്ക് കൊടുക്കുന്നതിന് മുന്നേ കസ്റ്റമേഴ്സിനെ കാണിക്കും. കാരണം അവർക്ക് അതിൻ്റെ തെളിവാണ് ഞാൻ എൻ്റെ ഇരിക്കുന്ന കസേര കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും ഇന്ന സാധനം കൊണ്ടാണ് പണിയെടുക്കുന്നുള്ളത് തൃപ്തി വന്നതിന് ശേഷം മാത്രം ഞാൻ പോളിഷ് അടിക്കാറുള്ളൂ. ഫർണിച്ചറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഡൈനിങ് ടേബിളുകൾ, ചെയറുകൾ, പിന്നെ സെറ്റുകൾ, അതേപോലെ ഈസി ചെയറുകൾ. ഈസി ചെയർ പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ അതന്നെ കൂടുതൽ നമുക്ക് എന്തെല്ലാം ഒരു വീട്ടിലേക്ക് വേണം എന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് 99% ഉറപ്പ് നമ്മൾ ചെയ്തു ചെയ്യാറുണ്ട്. കൂടുതൽ അങ്ങനെ കസ്റ്റമേഴ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുത്തിട്ടാണ് ഇതുവരെ നമ്മൾ ഈ നിലയിലെത്തി. ശരിക്കും പറയണമെങ്കിൽ നമ്മൾ മോഡലുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. മോഡലുകൾ നമ്മൾ കാണിച്ചു കൊടുത്ത് അവർ സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഈ ചെറു കച്ചവടക്കാരുണ്ട്, ചെറുകിട കച്ചവടക്കാർ. അവർ നമ്മളെ മരം വെട്ടിയതിന് ശേഷം വളപ്പിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ കാണും, എന്നിട്ട് വില റേറ്റും കാര്യങ്ങളും പറയാം. അങ്ങനെ നമ്മൾ ഇത് മരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് പറഞ്ഞ് ഉറപ്പിക്കുന്നു. അങ്ങനെ അവർ മില്ലിൽ കൊടുത്തിട്ട് ഇടുന്ന വരയ്ക്കുള്ള റേറ്റാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ. പിന്നെ നമ്മൾ സൈസ് നമ്മളാക്കണതാണ്. മില്ലിയരെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യും. അവിടുന്ന് നമ്മൾ സൈസാക്കിയിട്ട്, അതായത് സൈസാക്കും. കാരണം ഇപ്പോൾ ഒരു കട്ടിലിന് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചെങ്കിൽ ഒരു 5-3 ചട്ടങ്ങൾ വേണം. അതേപോലെ പലകൾ വേണം. പിന്നെ ചെടി എന്ന് പറയുന്ന സാധനമുണ്ട്. 3.5 ഇഞ്ച് കനത്തിലുള്ള 1.5 ഇഞ്ച് വീതിയുള്ള സംഭവങ്ങളുണ്ട്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ മെഷീനറിയിൽ കൂടുതൽ മെഷീൻ തന്നെ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലെയിനറിൽ നമ്മൾ പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പണിക്കാരെ അത് ഏറ്റെടുത്ത് പിന്നെ അവരുടെ ശരിക്കും വരണമെങ്കിൽ നമ്മളെ കടയിൽ നമ്മൾ മോഡൽ മാത്രമേ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ അവരുടെ ഇഷ്ടപ്രകാരം, പണിക്കാരുടെ ഇഷ്ടപ്രകാരം എടുക്കാനുള്ള ഒരു സൗകര്യം കൂടി നമ്മളിവിടെ. ഇതിൽ നിത്യേനുള്ളത് 3 പേരുണ്ട്. അതുപോലെ തിരക്കൊക്കെ വരുന്ന സമയത്ത് ആൾ കൂടും. അപ്പോൾ നമ്മൾ ആൾക്കാരെ കൂട്ടണം. ഇപ്പോൾ കൊത്തുപണി കമ്മിയാണ്. എന്നാൽ നമ്മൾ ചില വീടുകളുടെ ആവശ്യത്തിന് വരുമ്പോൾ, ചില വീടുകൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മളത് കൊത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ല, CNC അത് സംഭവം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം വലിയ ഐറ്റംസുകളുണ്ടല്ലോ, വലിയ അതായത് നമ്മൾ ഒരുപാട് കുത്തുപണിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ CNC ചെയ്യിപ്പിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സാധാ കുത്തുപണിക്കാരനുണ്ട്, അവരെ കൊണ്ട് തന്നെ ചെയ്യും. നമ്മളെ കടയിലൊക്കെ ഒരു 80% അവർ തന്നെ. നമ്മുടെ ഇവിടുത്തെ രാകേഷ് പറഞ്ഞ ഒരു കൊത്തുപണിക്കാരനാണ് നമ്മളത് ചെയ്യുന്നത്. 5-3 നമ്മൾ 5-3, 6-4 എന്ന് പറയുന്ന, അതായത് ചില വീടുകൾ കൂടുതൽ നമ്മൾ ഇവിടുന്ന് പോണത് 5-3
ടേബിളുകളാണ് പോകണം. അത് ആകുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് അത് ആ ഡൈനിങ് ഹാളിലേക്ക് അത് കൃത്യമായിരിക്കും. മേൽക്കൂര ചെയ്യും, മേൽക്കൂര ചെയ്യാറുണ്ട്. അതേപോലെ തുടർന്ന് നമ്മൾ അമ്പലങ്ങളിലെ വർക്കുകൾ എടുക്കാറുണ്ട്. അടുത്തിപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എടക്കോട് ഭാഗത്ത്. അതിപ്പോൾ അവർ സ്റ്റീലിൻ്റെ ഇരുമ്പ് അതുകൊണ്ടുണ്ടാക്കുന്ന ജനൽ, കട്ടള, ഇതിനൊക്കെ നമ്മൾ മരത്തിൻ്റെ ഡോറ് വേണം എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് ഫിറ്റിങ്ങിന് നമുക്ക് കംപ്ലൈൻറ്റ് പറയാനൊന്നുമില്ല. ഫാമിലിയിൽ ഭാര്യയുണ്ട്, പിന്നെ 3 പിള്ളേരാണ്, 2 പെൺകുട്ടിയും 1 ആൺകുട്ടി. അപ്പോൾ മൂത്ത വലിയ പെൺകുട്ടി സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അവൾ 2ാം വർഷം പരീക്ഷ എഴുതി തുടങ്ങി. പിന്നെ രണ്ടാമത്തെ പെൺകുട്ടി പഞ്ചകർമ്മ ചികിത്സ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാടാമ്പുഴ. പിന്നെ ചെക്കനുള്ളവൻ പാലക്കാട് മിലിറ്ററി ക്യാമ്പ് അതിൻ്റെ പഠനമായിട്ട് നടക്കും. ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ കൂടുതൽ കടബാധ്യതകളൊന്നുമില്ലാതെ ഒരു കുടുംബത്തിനെ മൊത്തം, അതായത് ഇപ്പോൾ മകന് ഒരു പ്രാരാബ്ധം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുക, അവന് കല്യാണം കൊണ്ടുവരിക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടുതൽ മോഹങ്ങളൊന്നും ഇല്ല ശരിക്കാണ്. അതായത് നമ്മൾ ഒരു സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മളൊരു ഡൈനിങ് ടേബിൾ വേണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മരത്തിൻ്റെ കോസ്റ്റും അതുപോലെ അതിൻ്റെ മെറ്റീരിയൽസ്, ബാക്കിയുള്ള മെറ്റീരിയൽസ് ഇതൊക്കെ പടകൂടി ഒരു റേറ്റ് നമ്മൾ പറഞ്ഞുറപ്പിക്കും. അപ്പോൾ അത് പണി കഴിഞ്ഞതിന് ശേഷം പോളിഷ് ചെയ്യുന്നതിന് മുന്നേ പാർട്ടിയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ. അവർക്ക് തൃപ്തി വന്നു കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുക. അത് ചിലപ്പോൾ പോളിഷ് 2-3 ഐറ്റം ഉണ്ട്. ക്ലിയർ അടിക്കാറുണ്ട്, അല്ല മാറ്റ് പോളിഷിങ് ഉണ്ട്. അത് പാർട്ടിക്ക് ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മൾ ചെയ്യും. ഇത് ശരിക്കും പറയണമെങ്കിൽ ഒരു നമ്മളെ കൂടെ പണിയെടുക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ കരവിരുതുകളാണ് കൂടുതൽ ഇതിൽ. ഈസി ചെയർ കൂടുതലും ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക എന്താ മരം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തേക്ക് അല്ലെങ്കിൽ പ്ലാവ് പറയുമ്പോൾ അതിൽ ആളുകൾക്ക് ഒരു 100% ഉറപ്പാണ്. അതായത് ആ ഒരു മരം കൊണ്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ളൊരു ഉറപ്പ്. അത് നമ്മളും വീട് തേക്കും പ്ലാവൊക്കെ നിൽക്കും. പിന്നെ മൂപ്പിനനുസരിച്ച്, അതായത് നല്ല മൂപ്പുള്ള മരങ്ങളാണെങ്കിൽ ഏതുകൊണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാലും അത് പരമാവധി കംപ്ലൈൻറ്റുകളൊന്നും വരാറില്ല. അതായത് വാണിയംകുളം ടൗണിലിറങ്ങി ചെർപ്പളശ്ശേരി റോഡിന് 150 മീറ്റർ വന്നു കഴിഞ്ഞാൽ വടക്കേ റോഡ് എന്നാണ് പറയുക, നോർത്ത് റോഡ്. അപ്പോൾ നിത്യാനന്ദ എന്നാണ് ഈ ട്രാൻസ്ഫോമിൻ്റെ പേര്, നിത്യാനന്ദ. അതിൻ്റെ നേരെ പുറകിലുള്ള ഈ നന്ദന ഫർണിച്ചർ.